ഇന്ന് നല്ല ചെമ്മീൻ ചൂര കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് തേങ്ങയൊക്കെ ഒന്ന് വറുത്തരച്ച് ചെറിയ ഉള്ളിയൊക്കെ ചേർത്ത് നമുക്ക് വയ്ക്കാവേ. നമ്മുടെ ഒരു അതിഥിയാണ്. മീനിൻ്റെ മണം അടിച്ച് അവൾ എവിടെ നിന്നായാലും ഓടി വരും. കണ്ട, സുന്ദരിയാണ് കാണാൻ. കണ്ട, ഇപ്പം ഞാൻ മീൻ കട്ട് ചെയ്യുന്ന കേട്ട മണം കൊണ്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ ഇവിടെ ഉള്ളതല്ല, അടുത്ത വീട്ടിലുള്ളതാണ്. കിങ്ങിണി കിങ്ങിണി, ഇതിനെ വീഡിയോയിലിടണേ കിട്ടാ കിങ്ങിണി. അപ്പം നമ്മുടെ നെയ്മീൻ ചൂര കഴുകി വൃത്തിയാക്കി വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങയൊക്കെ തിരുവി വറുത്തെടുക്കാം. അപ്പോൾ നമുക്കിനി തേങ്ങ വറുക്കാവേ. അപ്പോൾ ഞാൻ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്, ചെറിയ ഒരു മുറി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ 5-6 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വാളംപുളിയും കറിവേപ്പില, പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മൂത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ചുമന്നതിന് ശേഷം മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഉലുവ എല്ലാം ഇട്ട് കൊടുക്കാവേ. ശേഷം ഉലുവ ഫ്രഷ് ഉലുവ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ചുമന്ന് വന്നതിന് ശേഷം മുളക് പൊടിക്ക് ഇട്ട് വെക്കും. ഇത് ഓൺലൈൻ വഴി ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാൻ മേടിച്ചത് എൻ്റെ മസാലപ്പെട്ടി. അപ്പോൾ ഏകദേശം ചുവന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാലകളൂടെ ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം ആവശ്യത്തിന് ഇട്ട് കൊടുക്കും. എടുത്ത് വച്ചിട്ടുണ്ട്. മീനിൻ്റെ അളവനുസരിച്ചെല്ലാം ഇട്ട് കൊടുക്കും. ഇത് തണുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചു. ഇനി അരച്ച മസാലക്കൂട്ടെല്ലാം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിന് മീൻ വേഗമുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് തിളയ്ക്കുമ്പോൾ മീനിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചു. ഇനി അരച്ച മസാലക്കൂട്ടെല്ലാം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിന് മീൻ വേഗമുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് തിളയ്ക്കുമ്പോൾ മീനിട്ട് കൊടുക്കാം. അപ്പോൾ ഏകദേശം കറി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. അവസാനം നമുക്ക് കടുക് താളിച്ച് ചെറിയ ഉള്ളി കുറച്ചെടുത്ത് വഴറ്റി ചേർത്ത് കൊടുക്കും. ലാസ്റ്റ് വാങ്ങിയതിന് ശേഷം പ്രത്യേക ടേസ്റ്റാണ് ചൂര തേങ്ങയൊക്കെ വറുത്തരയ്ക്കുക. ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ ഇരുന്ന് വെന്ത് വറ്റി വരട്ടെ. അപ്പോൾ ഏകദേശം കറി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. അവസാനം നമുക്ക് കടുക് താളിച്ച് ചെറിയ ഉള്ളി കുറച്ചെടുത്ത് വഴറ്റി ചേർത്ത് കൊടുക്കും. ലാസ്റ്റ് വാങ്ങിയതിന് ശേഷം
പ്രത്യേക ടേസ്റ്റാണ് ചൂര തേങ്ങയൊക്കെ വറുത്തരയ്ക്കുക. ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ ഇരുന്ന് വെന്ത് വറ്റി വരട്ടെ. അപ്പം നമ്മൾ പാത്രത്തിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. കടുകിട്ട് കൊടുക്കാം. നമുക്ക് ചെറിയ ഒരു 10 ഉള്ളി ചെറുതായിട്ട് കീറിയതാണ്. ഇത് മൂന്നതിന് ശേഷം നമുക്ക് നെയ്യിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് വേറെ ഒന്നും ചേർക്കണ്ട. ഇത് വഴറ്റി ഇട്ട് കൊടുക്കാൻ ശേഷം മുളക് പൊടിയും കൂടെ ഒരു ചെറിയ സ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് അടിച്ച് കൊടുക്കാം. ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. നമ്മൾ കുറച്ച് മുളക് പൊടി കളർ കിട്ടാനാണ്. മേലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. നമ്മൾ കുറച്ച് മുളക് പൊടി കളർ കിട്ടാനാണ്. മേലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. നമ്മൾ കുറച്ച് മുളക് പൊടി കളർ കിട്ടാനാണ്. മേലോട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ചൂര വറുത്തരച്ച കറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൽ കിടന്നതിന് നല്ലപോലെ വറ്റി ആവശ്യത്തിന് കറി കുറുകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെയും കൂടെ നമ്മൾ വഴറ്റി എടുത്ത് വയ്ക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ നമ്മുടെ ചൂര വറുത്തരച്ച കറി റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയാണ് ടേസ്റ്റ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ആരും ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ. അവസാനം കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ ഒരു 10 ഉള്ളിയും കൂടെ എടുത്ത് അരിഞ്ഞ് അങ്ങ് വഴറ്റി ചേർത്താൽ മതി. അപ്പോൾ നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റ് വരും. അപ്പോൾ വേറെ ഒന്നുമില്ല, ഇത്രയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കണം. അടുത്ത റെസിപ്പിയുമായി കാണുന്നതായിരിക്കും. ചാ.